കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 28-ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ നടത്തുന്ന പകൽ ഹർത്താൽ ബന്ദായി മാറുമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദു ചെയ്യുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കമ്മിറ്റി ഹർത്താൽ നടത്തുന്നെന്നും ആവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ജില്ലാ കൺവീനർ സുനിൽ കൊയിലേരിയൻ പറഞ്ഞു. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും കേരളത്തിലെ പൗരസമൂഹവും ഉൾപ്പെടുന്ന 60ഓളം സംഘടനകളുമാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. പത്രം, പാൽ, ആശുപത്രി എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. റോഡിലിറങ്ങുന്ന സ്വകാര്യ വാഹനങ്ങൾ തടയും. കടകമ്പോളങ്ങൾ അടച്ച് വ്യാപാരികൾ സഹകരിക്കണമെന്ന് സുനിൽ കൊയിലേരിയൻ പറഞ്ഞു. ആക്ഷൻ കൗൺസിലിന്റെ തുടർച്ച എന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ സുരേന്ദ്രനാഥ് ചെയർമാൻ, സുനിൽ കൊയിലേരിയൻ കൺവീനറുമായിട്ടുള്ള ഇവരാണ് ഇവിടുത്തെ കണ്ണൂർ ജില്ലയിലെ ഈ ഹർത്താലിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. പ്രധാനമായും നിതിൻ രാജിൻ്റെ മരണത്തിലെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് ഇതിൻ്റെ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുക, നിതിൻ രാജിൻ്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കുക, ജുഡീഷ്യറി മേൽനോട്ടത്തിൽ ഈ കേസിൻ്റെ പുനരന്വേഷണങ്ങൾ നടത്തുക. ഇതാണ് പ്രധാനമായ ആവശ്യം. ഇതോടനുബന്ധിച്ച് തന്നെ ഹർത്താലിന് 27-ന് കണ്ണൂർ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് പ്രതിഷേധ പ്രകടനം ഉണ്ടായിരിക്കും. 27-ാം തീയതി 28-ന് രാവിലെ 6 മണി മുതൽ ഹർത്താൽ ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താലിൻ്റെ സമയം. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കമ്പോളങ്ങളിലെ അധികാരികൾ കടയടച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ആണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ വാഹന ഓപ്പറേറ്റർമാർ, പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് വാഹന ഓപ്പറേറ്റർമാർ ഞങ്ങളുമായി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ D സുരേന്ദ്രനാഥ്, കുഞ്ഞമ്പു കല്യാശ്ശേരി, വിജയൻ VC എന്നിവർ പങ്കെടുത്തു.